Next concept is about concavity. എന്താണ് കോൺകേവിറ്റി എന്ന് പഠിക്കാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ വീണ്ടും ഫിഗറിലേക്ക് തന്നെ പോവാണ്. അതായത് നമ്മുടെ ഫംഗ്ഷൻ വാട്ട് എവർ ഇറ്റ് ഇസ് ഇങ്ങനെ പോകാം. അത് ഫംഗ്ഷന്റെ ഇഷ്ടമാണ്. അതേസമയം ഇയാളങ്ങ് താഴോട്ട് പോവാം. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഈ ഒരു പാർട്ടിക്കുലർ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പാർട്ടിക്കുലർ ഭാഗം ഇത് തൊട്ട് ഇതുവരെയുള്ള ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പാത്രം നേരെ വെച്ചേക്കുന്ന പോലെ കോൺകേവ് അപ്പാണ്. കോൺകേവ് അപ്പ് അതായത് കേവിറ്റി മുകളിലേക്കാണ്. കേവ് തുറന്നിരിക്കുന്നത് മുകളിലേക്കാണ്. അതേസമയം നമ്മൾ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഡൗൺ ആണ്, കോൺകേവ് ഡൗൺ. അതായത് ഈ ഭാഗത്തിന് ഞാൻ വിളിക്കുന്നത് കോൺകേവ് ഡൗൺ എന്നും ഈ ഭാഗത്തെ ഞാൻ വിളിക്കുന്നത് കോൺകേവ് അപ്പ് എന്നും. കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗണും കോൺകേവ് അപ്പും. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ട് യാതൊരുവിധ ബന്ധമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതിന്റെ ഒരു പകുതി വരെയാണ് ഇൻക്രീസിങ്, അതിനുശേഷം ഡിക്രീസിങ് ആണ്. അതായത് കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒക്കെ ഒരുമിച്ച് സംഭവിക്കാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേവിറ്റിയെ പറ്റിയിട്ടാണ്. കേവിറ്റി, ഈ ഒരു കുഴി ഉണ്ടല്ലോ, ഈ കുഴി മുകളിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അത് കോൺകേവ് അപ്പും താഴേക്ക് ഇരിക്കുകയാണെങ്കിൽ അത് കോൺകേവ് ഡൗൺ. അതായത് വേറൊന്നുമില്ല, നമ്മളൊരു മഴ പെയ്യുകയാണെങ്കിൽ ആ മഴവെള്ളം സംഭരിച്ചു വെക്കാൻ സാധിക്കും. മുകളിൽ നിന്നൊരു മഴ പെയ്യുകയാണെങ്കിൽ ആ മഴവെള്ളം സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സ്ഥലം കോൺകേവ് അപ്പും ആ മഴവെള്ളം സംഭരിക്കാൻ കഴിയാത്ത പോർഷൻ കോൺകേവ് ഡൗണുമാണ് എന്നാണ് ഇവർ ഈ പറയുന്നത്. വെള്ളം വെള്ളം സ്റ്റോർ ചെയ്യാൻ വെച്ചേക്കുന്ന സ്ഥലം കോൺകേവ് അപ്പും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത സ്ഥലം കോൺകേവ് ഡൗണും. ഇതാണ് കോൺകേവിറ്റി എന്ന കൺസെപ്റ്റ്. കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ. അതായത് നമ്മൾ ഇനി കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ ഒരു ഫംഗ്ഷൻ എപ്പോഴൊക്കെ കോൺകേവ് അപ്പ് ആയിരിക്കും, എപ്പോഴൊക്കെ കോൺകേവ് ഡൗൺ ആയിരിക്കും. അത്രയും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം. നമ്മൾ അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശരി, അപ്പോ എന്താണ് കോൺകേവിറ്റി? ഇത് കണ്ടു. ഇനി ഞാൻ ഇയാളെ നമുക്ക് ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം കളയും. വെള്ളം കളയുന്ന സ്ഥലം കോൺകേവ് ഡൗണും സ്റ്റോർ ചെയ്യുന്ന സ്ഥലം കോൺകേവ് അപ്പും എന്നൊന്നും ഡെഫിനിഷൻ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോഴും നല്ലൊരു ഡെഫിനിഷൻ വേണം. അപ്പൊ ഞാൻ ആ ഡെഫിനിഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യം പോകുന്നത്. നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിംഗിൽ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ കോൺകേവ് അപ്പ് ആയിട്ടുള്ള ഒരു പോർഷൻ വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ഞാനിതിലെ ഓരോ പോയിന്റിലും എന്ത് ചെയ്യാണ്, ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ടാൻജന്റ് വരയ്ക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് നെഗറ്റീവാണ്, കണ്ടോ? അതായത് കാരണം 270-ന്റെയും 360 ഡിഗ്രിയുടെ ഇടയ്ക്കാണ് ആംഗിൾ. അപ്പൊ ഇവിടത്തെ സ്ലോപ്പ് അതായത് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. ഇവിടെ അത് തന്നെ സംഗതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സംഗതി 0 ആണ്. കണ്ട. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അതായത് സ്ലോപ്പ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുകയാണ് കേട്ടോ. സ്ലോപ്പ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുകയാണ്. അതായത് സ്ലോപ്പ് ഇൻക്രീസിങ്. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ് പറയാമോ? പറയാൻ പറ്റുന്നില്ല. ടാൻജന്റിന്റെ സ്ലോപ്പ് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണെന്ന് ഇന്നും പറഞ്ഞു. ഞാൻ ഡിഫറൻസിയേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ആദ്യവും പറഞ്ഞു ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ്.
ഒരു കർവിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ്? ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ്, അത്രേ ഉള്ളൂ. സ്ലോപ്പ് ഡെറിവേറ്റീവ് ആണ്, അതായത് ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ആണ്. ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ആണ്. കണ്ടല്ലോ. ഒബ്വിയസ്ലി കോൺകേവ് അപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ഒന്നുമല്ല. കാരണം ഇവിടെ തൊട്ട് ഇവിടം വരെ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും ഇവിടെ തൊട്ട് ഇവിടം വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആണ്. പക്ഷെ വേറൊരാൾ ഇൻക്രീസിങ് ആണ്. ആര്? ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ഇൻക്രീസിങ് എവിടെ? കോൺകേവ് അപ്പ് ആവുമ്പോൾ. കാരണം ആദ്യം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരുന്നു, പിന്നെ ഡെറിവേറ്റീവ് പോസിറ്റീവ് മാറിയത് നിങ്ങൾ കണ്ടു. ശരി, ഡൺ. ഇനി നമുക്ക് കോൺകേവ് ഡൗണിന്റെ കാര്യം നോക്കാം. കോൺകേവ് ഡൗൺ. കോൺകേവ് ഡൗൺ വരച്ചു. ഞാൻ ഓരോ പോയിന്റിലും ടാൻജന്റ് വരയ്ക്കുകയാണ്. ടാൻജന്റ്, 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 ടാൻജന്റ്. ഞാൻ ഓരോ പോയിന്റിലും വരച്ചു, കോർഡിനേറ്റ് വരച്ചു. പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ഈ ഒരു സ്ഥലത്ത് 0 ആണ്, ഈ ഒരു സ്ഥലത്ത് നെഗറ്റീവ് ആണ്, ഈ ഒരു സ്ഥലത്ത് നെഗറ്റീവ് ആണ്. അതായത് ഇയാള് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവാണ്. സ്ലോപ്പ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവായി മാറുകയാണ്. ആദ്യം പോസിറ്റീവ് ആയിരുന്ന സ്ലോപ്പ് പിന്നെ നെഗറ്റീവായി മാറുകയാണ്. അതായത് സ്ലോപ്പ് ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് ഡിക്രീസിങ്. സ്ലോപ്പ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് നോക്കിയത്. ടാൻജന്റിന്റെ സ്ലോപ്പ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിക്രീസിങ്. അതായത് കോൺകേവ് അപ്പ് ആവുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ്ങും കോൺകേവ് ഡൗൺ ആവുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിക്രീസിങ്. കോൺകേവ് അപ്പ് ആവുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ്ങും കോൺകേവ് ഡൗൺ ആവുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിക്രീസിങ്ങും. അത് തന്നെയാണ് ഞാൻ അയാളുടെ ഡെഫിനിഷൻ ആയി കൊടുക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഞാൻ അയാളുടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ നോക്കുക. ഇഫ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ, then f is said to be concave up on an interval if f dash of x is increasing on that interval, and f is said to be concave down on the open interval if f dash of x is decreasing on the interval. സിമ്പിൾ ഡെഫിനിഷൻ. ഞാൻ ആ ഡെഫിനിഷൻ എന്തുകൊണ്ട് വന്നു എന്നും കാണിച്ചു തന്നു. അതിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് കാണും. ഒരു ഫംഗ്ഷൻ കോൺകേവ് അപ്പ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ആയിരിക്കണം. കോൺകേവ് ഡൗൺ എന്ന് പറയണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഡിക്രീസിങ് ആയിരിക്കണം. ഡൺ, ഡൺ. ഓക്കെ, ശരി. അപ്പൊ നമ്മള് എന്താണ് കോൺകേവിറ്റിയുടെ ഡെഫിനേഷൻ കണ്ടു. നമുക്ക് കോൺകേവിറ്റിയുടെ ഡെഫിനേഷൻ മാത്രം പോരാ, കോൺകേവിറ്റി ചെക്ക് ചെയ്യാൻ ഒരു ടൂളും കൂടെ വേണം. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാൻ എന്താണ് ചെയ്തത്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാൻ എന്താണ് ചെയ്തത്? ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്ത് സീറോക്ക് ഇക്വേറ്റ് ചെയ്തു. സീറോക്ക് ഇക്വേറ്റ് ചെയ്തത് അല്ലെ? പോസിറ്റീവ് ആണോ എന്ന് നോക്കി. സീറോക്ക് ഇക്വേറ്റ് ചെയ്ത് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ചെയ്തതിനു ശേഷം പോസിറ്റീവ് നെഗറ്റീവ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ ബേസിക് ആയിട്ട് എന്താണ്? ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാൻ അതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ എന്നാണ് നോക്കിയത് അല്ലേ? അതെ, അതാണ്. അപ്പോ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാൻ അതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ എന്നാണ് നോക്കിയത്. നിങ്ങൾ നോക്കിക്കോ. അപ്പൊ എഫ് കോൺകേവ് അപ്പ് ആണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡാഷ് ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാൻ ഇതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നോക്കിയാൽ പോരെ? മതി. കാരണം ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ നോക്കാൻ അതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നോക്കിയാൽ മതി. എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ആണ്. എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണോ നോക്കിയാൽ മതി. അതായത് എഫ് കോൺകേവ് അപ്പ് ആകുന്നത് എപ്പോഴാണ്? അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ. സിമിലർലി എഫ് കോൺകേവ് ഡൗൺ ആവുമ്പോ എഫ് ഡാഷ് ഡിക്രീസിങ് ആവും. എഫ് ഡാഷ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ്, അതായത് എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0. കണ്ടല്ലോ? എഫ് കോൺകേവ് അപ്പ്
എഫ് കോൺകേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡാഷ് ഇൻക്രീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ആണ്. ഇനി അടുത്ത എഫ് കോൺകേവ് ഡൗൺ ആണെങ്കിൽ എഫ് ഡാഷ് ഡിക്രീസിങ് ആവണം. ഏതെങ്കിലും ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആവണം. അതായത് എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആവണം. അപ്പൊ കോൺകേവ് അപ്പ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണോ എന്നും കോൺകേവ് ഡൗൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. കാര്യം കഴിഞ്ഞു, ഡൺ. ഇനി ചിലപ്പോൾ എഫ് ഡബിൾ ഡാഷ് 0 എഫ് ഡബിൾ ഡാഷ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? എഫ് ഡബിൾ ഡാഷ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? എഫ് ഡാഷ് 0 ആകുമ്പോൾ നിങ്ങൾക്കറിയാം, എഫ് ഡാഷ് 0 ആകുമ്പോൾ നിങ്ങൾക്കറിയാം അത് കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ എഫ് ഡബിൾ ഡാഷ് 0 ആവണമെങ്കിലോ? എഫ് ഡബിൾ ഡാഷ് 0 ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേര് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നാണ് കേട്ടോ. ഇൻഫ്ലക്ഷൻ പോയിന്റ്. എഫ് ഡബിൾ ഡാഷ് 0 ആകുന്ന പോയിന്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. അതായത് വേറൊന്നുമില്ല കേട്ടോ. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന ആളുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോൺകേവ് ഡൗൺ വരച്ചു, കോൺകേവ് അപ്പ് വരച്ചു, ചുമ്മാ. സംഭവം കോൺകേവ് അപ്പിൽ നിന്ന് കോൺകേവ് ഡൗണിലേക്ക് ഈ ഒരു ട്രാൻസിഷൻ നടക്കുമല്ലോ. കോൺകേവിറ്റി മാറുന്ന ട്രാൻസിഷനുള്ള ഈ ഒരു പോയിന്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. അതായത് നിങ്ങളുടെ കോൺകേവിറ്റിയുടെ ഡയറക്ഷൻ മാറുന്ന പോയിന്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഒരു ചെറിയ പോയിന്റ് ആയിരിക്കും കേട്ടോ. ഒരു ചെറിയ പോയിന്റ് ആണ്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. നമ്മുടെ കോൺകേവിറ്റി ഡയറക്ഷൻ മാറ്റുന്ന, അപ്പ് ഡൗൺ ഡയറക്ഷൻ മാറ്റുന്ന പോയിന്റ്, അതായത് അപ്പിൽ നിന്ന് ഡൗണിലേക്കോ ഡൗണിൽ നിന്ന് അപ്പിലേക്കോ മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പോയിന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഡൺ. ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റിലെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ദാ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരു ഫംഗ്ഷൻ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, മാത്രമല്ല അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0യേക്കാൾ വലുതാണെങ്കിൽ എഫ് കോൺകേവ് അപ്പ് ആയിരിക്കും. അതേസമയം സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് കോൺകേവ് ഡൗൺ ആയിരിക്കും. ഡൺ. ഇനി അതേസമയം ഇൻഫ്ലക്ഷൻ പോയിന്റിനെ പറ്റിയിട്ടുള്ള ഡെഫിനേഷൻ നോക്കുക. ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇന്റർവെൽ കണ്ടെയ്നിങ് എ വാല്യൂ x0 ആൻഡ് if changes the direction of its concavity. കണ്ടോ, കോൺകേവിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് x0, എഫ് ഓഫ് x0 എന്ന് പറയുന്ന പോയിന്റ് വെച്ച് അത് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. കണ്ടോ, അത് പ്രത്യേകം ഫിഗർ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. കോൺകേവ് അപ്പിൽ നിന്ന് കോൺകേവ് ഡൗണിലേക്ക് പോകുന്നു, കോൺകേവ് ഡൗണിൽ നിന്ന് കോൺകേവ് അപ്പിലേക്ക് പോകുന്നു. ആ ട്രാൻസിഷൻ സംഭവിക്കുന്ന പോയിന്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. അതേസമയം ഇൻഫ്ലക്ഷൻ പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുമ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, സാരമില്ല. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുമ്പോഴാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ട്രാൻസിഷൻ മാറി 0 ആകുന്ന പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ പ്രോബ്ലംസിലേക്ക് പോവുകയാണ്. ശരി, നമുക്ക് കോൺകേവിറ്റി കണ്ടുപിടിക്കാനുള്ളതാണ്. കോൺകേവിറ്റി കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ എഴുതിയ ഫംഗ്ഷൻ ആണ് x² - 4x + 3. ശരി, കോൺകേവിറ്റി കണ്ടുപിടിക്കാൻ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു, 2x - 4. ഞാൻ ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുന്നു, അത് 2. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 2 ആണ്. ഇനി അവിടെ വാല്യൂ കൊടുക്കാനൊന്നുമില്ല, അതായത് എപ്പോഴും പോസിറ്റീവ് ആണ് ഞാൻ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കഴിഞ്ഞു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ഏത് പോസിറ്റീവ് ഏതെന്ന് നോക്കി നമുക്ക് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എപ്പോഴും പോസിറ്റീവ് ആണ്, 0-നേക്കാൾ വലുതാണ്. ഇനി നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. പോസിറ്റീവ് ആണെങ്കിൽ, എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് അപ്പായിരിക്കും. ദാറ്റ് ഇസ് എഫ് എസ് കോൺകേവ് അപ്പ്, അല്ലെങ്കിൽ ഓൾവേസ് കോൺകേവ് അപ്പ്. എപ്പോഴും കോൺകേവ് അപ്പ് ആണ്. ഇനി ഇന്റർവെൽ ചോദിക്കുകയാണെങ്കിൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ എഫ് കോൺകേവ് അപ്പ് ആണ്. -∞ മുതൽ ഇൻഫിനിറ്റി വരെ എഫ് കോൺകേവ് അപ്പ് ആണ്. ശരി, ഞാൻ ഈ -∞ ഒക്കെ വരുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ ഇടുന്നത്, ക്ലോസ് ഇന്റർവെൽ ഇടാതെ ഓപ്പൺ ഇന്റർവെൽ ഇടുന്നത് എന്താണെന്ന് സംശയം വല്ലതും ഉണ്ടോ?
ഇല്ല സർ. ഇല്ല, ശരി. കാരണം ഇൻഫിനിറ്റി ഒരു നമ്പർ അല്ല, അതുകൊണ്ട് നമുക്ക് ക്ലോസ് ഇന്റർവൽ ഇടാൻ കഴിയില്ല, ഓപ്പൺ ഇന്റർവൽ ഇടാൻ കഴിയത്തുള്ളൂ. ഇൻഫിനിറ്റിയെ നമുക്ക് നമ്പറായിട്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഡൺ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴും കോൺകേവ് അപ്പ് ആണ്, എപ്പോഴും കോൺകേവ് അപ്പ് ആണ്. ഇനി നമ്മുടെ മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിലെ ഏറ്റവും അവസാനം ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ, ഏറ്റവും അവസാനം ചെയ്ത വലിയ ക്വസ്റ്റ്യൻ 3x⁴ പ്ലസ് 4x³ 4x³ മൈനസ് 12x² പ്ലസ് 2. ഇതിന്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് കോൺകേവിറ്റി ആണ്. കോൺകേവിറ്റിയെ പറ്റി നോക്കാം. കോൺകേവിറ്റിക്ക് 2 ഡെറിവേറ്റീവ് വേണം, അതുകൊണ്ട് ഞാൻ 2 ഡെറിവേറ്റീവ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് f′′ (x) 12 into 3 36x², 12 into 2 24x minus 24. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു 12 കോമൺ എടുക്കാൻ പറ്റും. 12 കോമൺ എടുക്കാൻ പറ്റും. 3x² പ്ലസ് 2x മൈനസ് 2 കഴിഞ്ഞു. ഓബിയസ്ലി f′′ന്റെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂകളാണ് കോൺകേവ് അപ്പിനെയും കോൺകേവ് ഡൗണിനെയും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് f′′നെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. f′′നെ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അതായത് 12 into 3x² പ്ലസ് 2x മൈനസ് 2 ഈക്വൽ ടു 0. അതായത് 12 ഒരിക്കലും 0 ആകാൻ പോകുന്നില്ല. 3x² പ്ലസ് 2x മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് എന്ത് ഫോമിൽ ഉപയോഗിക്കാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിൽ ഉപയോഗിച്ചിട്ട് എക്സിന്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4 into a into c, അതായത് മൈനസ് 4 into 3 into മൈനസ് 2, 4 into 6 24, അതായത് പ്ലസ് 24 ബൈ 2 into a, 2 into a, 3 into 2 into 4, 3 into 2 into 6 into 4, മൈനസും കൂടെ പ്ലസ് ആകും ഇങ്ങനെ. That is equal to minus 2 plus or minus root 28 by 6. That is equal to minus 2 plus or minus 2 root 7 by 6. That is equal to minus 1 plus or minus root 7 by 3. X value കിട്ടി. minus 1 plus or minus root 7 by 3. അപ്പൊ ഞാൻ ആ 2 വാല്യൂ പ്രത്യേകം എഴുതുകയാണ്. x ഈക്വൽ ടു മൈനസ് 1 പ്ലസ് റൂട്ട് 7 ബൈ 3 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് റൂട്ട് 7 ബൈ 3. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒന്നുമില്ല, നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാൻ അതിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് റൂട്ട് 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് ഏകദേശം 0.548 ആണ് കേട്ടോ. 548 ആണ്. 0.548 ആണ്. അതേസമയം ഈ പുള്ളിക്കാരൻ എന്താണ് റൂട്ട് 7 പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ എക്സ് വിൽ ബി മൈനസ് 1.215. അപ്രോക്സിമേറ്റ് വാല്യൂ ഞാൻ എടുത്തത് എനിക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനാണ്. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പൊ ഈ നമ്പർ ലൈനിൽ ഇത് മൊത്തം എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇയാളെ x1 എന്നും x2 എന്നും എടുക്കാം. നമ്പർ ലൈനിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ. ഇത്രയും വലിയ നമ്പറിനെ ഡെസിമൽ പോയിന്റിനെ എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇങ്ങനെ എടുക്കും. നൗ നമ്പർ ലൈൻ വരയ്ക്കുന്നു, x1 x2 മാർക്ക് ചെയ്യുന്നു. ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ x2 ഇവിടെ ആയിരിക്കും. അതേസമയം x1 ഇവിടെ ആയിരിക്കും. പോസിറ്റീവ് ആണ് ഇവിടെ. ഡൺ. ഇനി x2 എന്ന് പറയുന്നത് മൈനസ് 1.215 ആണ്. അതിന് മുൻപേ കിടക്കുന്ന നമ്പർ -2 ആണ്. -2.
ഇനി ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 0 കണ്ടുപിടിക്കാം. ഇയാളെക്കാൾ വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ 1 എടുക്കും. 1. അപ്പൊ -201 -201 എന്ന് പറയുന്നതാണ് എന്റെ പോയിന്റ്സ്. ഞാൻ ഇനി എഫ് ഡബിൾ ഡാഷില് ഇത് കൊടുക്കും. എഫ് ഡബിൾ ഡാഷിൽ ഇത് കൊടുക്കും. കാരണം എഫ് ഡബിൾ ഡാഷിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എഫ് ഡബിൾ ഡാഷില് -2 കൊടുക്കുന്നത്, എഫ് ഡബിൾ ഡാഷിൽ -2 കൊടുക്കുന്നത്. എഫ് ഡബിൾ ഡാഷ് നിങ്ങൾ കണ്ടറിയാം, ഇതാണ് എഫ് ഡബിൾ ഡാഷ്. എഫ് ഡബിൾ ഡാഷില് -2 കൊടുക്കുമ്പോ 12 ഇൻറ്റു 3 ഇൻറ്റു -2 സ്ക്വയർ 4 -2 സ്ക്വയർ 4, പിന്നെ 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 2 ഇൻറ്റു -2 -4 -2 2 ഇൻറ്റു -2 -4 -2, that will be 12 ഇൻറ്റു 12 മൈനസ് 6 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ കോൺകേവ്. ഇനി അടുത്ത എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കൊടുക്കുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ 12 ഇൻറ്റു 3 ഇൻറ്റു 0 സ്ക്വയർ 0 -4 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 2 ഇൻറ്റു 0 -2. അതായത് 12 ഇൻറ്റു -2 നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. ഫൈനലി ഇനി 1 ആണ് കൊടുക്കാനുള്ളത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1. 12 ഇൻറ്റു 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 -2. ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 3 പോസിറ്റീവ് ആണ്. കഴിഞ്ഞു. കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. ഡൺ. അതായത് x2-ന് ശേഷമുള്ള വാല്യൂ, അതായത് x2-ന് മുൻപുള്ള വാല്യൂവിലെല്ലാം എഫ് ഡാഷ് വാല്യൂ പോസിറ്റീവ് ആണ്, അതായത് കോൺകേവ് അപ്പ് ആണ്. അതായത് -∞ മുതൽ x2 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്, -1 √7/3 എന്ന് പറയുന്ന ഈ വാല്യൂ വരെ കോൺകേവ് അപ്പ് ആണ്. കോൺകേവ് അപ്പ്. ഇനി x2-ന്റെ x1-ന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ -1 √7/3 അതിന്റെയും -1 +√7/3 അതിന്റെ ഇടയിലും നെഗറ്റീവ് ആണ്, അതായത് കോൺകേവ് ഡൗൺ ആണ്. കോൺകേവ് ഡൗൺ. ഇനി അതേസമയം അതിന് ശേഷമുള്ള വാല്യൂ, അതായത് x1-ന് ശേഷമുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്തപ്പോൾ പോസിറ്റീവ് ആണ് കിട്ടിയത്. അതായത് -1 +√7/3 തൊട്ട് പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ കോൺകേവ് അപ്പ് ആണ്. കോൺകേവ് അപ്പ്. ഇറ്റ് ഇസ് കോൺകേവ് അപ്പ്. അപ്പൊ നമുക്ക് ഇന്റർവെൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും എന്നുള്ള പോയിന്റ്സുകളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. വി ആർ ഡൺ. ഇനി ഏറ്റവും അവസാനം ജസ്റ്റ് ആ കാര്യം ഒന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. നമ്മുടെ ജോലി കഴിഞ്ഞു. അതായത് കോൺകേവ് അപ്പ് ഇൻ ദ ഇന്റർവെൽ. -∞, -1 -√7/3 യൂണിയൻ -1 +√7/3 infinity, and concave down on the interval -1 -√7/3 -1 plus -1 +√7/3 -1 +√7/3 കോൺകേവ് ഡൗൺ. ഈ ഇന്റർവെല്ലാണ് ആള് കോൺകേവ് ഡൗൺ ആകുന്നത്. കഴിഞ്ഞു. ഓക്കെ. ഇനി ഇൻഫ്ലക്ഷൻ പോയിന്റും കൂടെ പറയാം. ഇൻഫ്ലക്ഷൻ പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്
എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് ആണ്. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണല്ലോ x1ഉം x2ഉം കണ്ടുപിടിച്ചത്. സെക്കൻഡ് ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണല്ലോ x1ഉം x2ഉം കണ്ടുപിടിച്ചത്. അപ്പൊ അവർ രണ്ടുപേരുമാണ് നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇൻഫ്ലക്ഷൻ പോയിന്റ് അറ്റ് x is equal to -1 minus √7/3 and x is equal to -1 plus √7/3. -1 minus √7/3 and x is equal to -1 plus √7/3 ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ ഇൻഫ്ലക്ഷൻ പോയിന്റും കൂടെ ചോദിക്കാം. കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് കിട്ടി കാണുമല്ലോ. നിങ്ങൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങിയ പോയിന്റ്, ആ പോയിന്റ് തന്നെയായിരിക്കും ഇൻഫ്ലക്ഷൻ പോയിന്റ്. കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തതെന്ന് ആലോചിക്കുക. എഫ് ഡബിൾ ഡാഷിനെ 0ത്തിന് ഇക്വേറ്റ് ചെയ്തു. ഇൻക്രീസിംഗും ഡിക്രീസിംഗും ചെയ്യാൻ നിങ്ങൾ ചെയ്തത് എഫ് ഡാഷിനെ 0ത്തിന് ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇവിടെ എഫ് ഡബിൾ ഡാഷിന് ചെയ്തു. ആ സിമ്പിൾ ആസ് ദാറ്റ്. അടുത്ത് അതിന്റെ 0 ആവുന്ന വാല്യൂസ് കണ്ടുപിടിച്ച് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തതിനു ശേഷം അവിടെയുള്ള പോയിന്റ്സിനെ ചൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുത്ത് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടൊന്ന് തിരിച്ചറിഞ്ഞു. നെഗറ്റീവ് ആവുന്ന ഇന്റർവൽ കോൺകേവ് ഡൗൺ, പോസിറ്റീവ് ആവുന്ന ഇന്റർവൽ കോൺകേവ് അപ്പ്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫിഗർ നോക്കാം. ജസ്റ്റ് ഇയാളുടെ ഫിഗർ നോക്കാം. ഇതിന്റെ ഫിഗർ നമ്മൾ വരച്ചതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ വരച്ചതാണ്. നോക്കൂ, ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ, അതായത് വണ്ണിന്റെയും ഇതിന്റെ ഇടയിൽ അല്ല, ഈ ഒരു ഭാഗത്ത് -1.2 ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കോൺകേവിറ്റി മാറുകയാണ്. കണ്ടോ? അപ്പൊ ഇതുവരെ കോൺകേവ് അപ്പ്. അതിനുശേഷം ഇവിടം തൊട്ട് ഏകദേശം അര മീൻസ് ഹാഫിന്റെ അതുവരെ കോൺകേവ് ഡൗൺ ആണ്. അതിനുശേഷം വീണ്ടും കോൺകേവ് അപ്പ്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് പ്രിസൈസ് ആയിട്ട് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ തന്നെ വേണം. നമുക്ക് ചിലർക്ക് തോന്നുന്നു ഇവിടെ വെച്ച് കേവിറ്റി മാറിയത്, ചിലർക്ക് തോന്നുന്നു ഇവിടെ വെച്ച് കേവിറ്റി മാറിയത്. ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഇപ്പൊ ഇവിടെ മാറുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് കേവിറ്റി മാറുന്നത്. കോൺകേവ് അപ്പിൽ നിന്ന് അത് കോൺകേവ് ഡൗണിലേക്ക് മാറും. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്, ഈ ഒരു അര പോയിന്റ് വെച്ചിട്ട് കോൺകേവ് അപ്പിലേക്ക് മാറും. നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും മാറി വന്നത് ശ്രദ്ധിക്കാം. ഇൻഫ്ലക്ഷൻ പോയിന്റ് ശ്രദ്ധിക്കുക. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഏത്? നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് നമുക്ക് സിംപിളി ഇവരെ രണ്ടുപേരെ എടുത്ത് എഴുതാൻ കഴിയില്ല കേട്ടോ. സിംപിളി ഇവർ രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവില്ല. ഇവരെ രണ്ടുപേരെ ഫംഗ്ഷനിൽ കൊടുക്കണം, യഥാർത്ഥ ഫംഗ്ഷനിൽ കൊടുക്കണം. അതായത് എഫ് ഓഫ് -1 minus √7/3. അപ്പൊ നിങ്ങൾക്കത് അറിയാം ഫംഗ്ഷൻ എത്ര വലുതാണെന്ന്. 3 into x³ ആണ്. അതായത് -1 minus √7/3 the whole cube പ്ലസ് 4 into x² ആണ്. അതായത് -1 minus √7/3 the whole square. ഫംഗ്ഷനിലാണ് കൊടുക്കേണ്ടത്, സ്ക്വയർ അല്ല, അത് ക്യൂബ് ആണെന്ന് തോന്നുന്നു. ക്യൂബാണ്, തെറ്റിപ്പോയതാണ്. ക്യൂബ്. അടുത്ത -12 into -1 minus √7/3 the whole square +2. ഇപ്പൊ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. y0 എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. അതേപോലെ അടുത്ത ഇൻഫ്ലക്ഷൻ പോയിന്റ് കൊടുക്കും, അത് ഫംഗ്ഷനിൽ തന്നെ കൊടുക്കണം കേട്ടോ. -1 plus √7/3 അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പോയിന്റ് കിട്ടി കാണും, y1. ഇത് x0, ഇത് x1. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ 2 പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് പറയാത്തതാണ്. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഈ x വാല്യൂ, ഡെറിവേറ്റീവ് 0 ആയ വാല്യൂ എടുത്ത് കൊടുത്ത് എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് പോകും.
ഇൻഫ്ലക്ഷൻ പോയിന്റ് യഥാർത്ഥത്തിൽ ആ കിട്ടിയ വാല്യൂവിനെ യഥാർത്ഥത്തിൽ ഫംഗ്ഷനിൽ കൂടെ എടുത്ത് കൊടുത്തിട്ട് കോർഡിനേറ്റ് സിസ്റ്റം വേണം നിങ്ങൾ എഴുതാൻ. x0 എടുത്ത് കൊടുത്തപ്പോൾ കിട്ടിയത് y0, x1 എടുത്ത് കൊടുത്ത് കിട്ടിയപ്പോൾ y1. ഈ 2 പോയിന്റും ആയിരിക്കും നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഈ 2 പോയിന്റും ആയിരിക്കും നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന കൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന കൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇതാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. കൺസെപ്റ്റ് ഇതാണ്. കാരണം നിങ്ങളുടെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വ്യക്തമായി അത് അവിടെ പറയുന്നുണ്ട്. എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് x0, f(x0) ആണ്. നിങ്ങൾക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 കിട്ടുന്ന ഒരു പോയിന്റ് കിട്ടട്ടെ. അതിനെ അടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കണം. ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് കിട്ടും കേട്ടോ. കോർഡിനേറ്റ്. ആ കോർഡിനേറ്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കി എഴുതുക. അതൊരു പ്രത്യേകതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം അത് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ.